കേരള സർക്കാർ സർവീസിലെ ഏറ്റവും ഉയർന്ന കേഡർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2023 ജൂൺ മാസം ഒരു കൂട്ടം ചെറുപ്പക്കാർ KS പരിശീലനം പൂർത്തിയാക്കി സർവീസിൽ കയറിയ മുഹൂർത്തമാണ് നമ്മൾ കണ്ടത്. LDF സർക്കാരിൻ്റെ അല്ല, പിണറായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് KS എന്ന് പറയാതിരിക്കാനാകില്ല. ആ അഭിമാന നേട്ടം അവതാളത്തിലാണ് എന്ന് പറയുന്നതാണ് ശരി. 2016 LDFിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു സംസ്ഥാന സർക്കാരിൽ KS എന്ന കേഡർ രൂപീകരിക്കുമെന്നത്. അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിട്ട് 5 വർഷമാകുന്നു. ആദ്യ വിജ്ഞാപനം 2019 ലിസ്റ്റ് വന്നത് 2021 ഒക്ടോബർ മാസം 8-ാം തീയതി. ഒരു വർഷമായിരുന്നു ലിസ്റ്റിൻ്റെ കാലാവധി. 2022 ഒക്ടോബർ 8-ന് ആ KS ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു. ഒരു KSകാരനോ KSകാരിയോ ആകണമെന്ന സ്വപ്നവുമായി കുത്തിയിരുന്ന് പഠിച്ചവർ നിരവധിയാണ് 2019 മുതൽ. പക്ഷേ 2019 ശേഷം പിന്നീട് KS വിജ്ഞാപനം ഒന്നും ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ പ്രായപരിധി കടന്നുപോയി പലർക്കും മോഹഭംഗം സംഭവിച്ചു. 3 സ്ട്രീമുകളിലായാണ് KSൻ്റെ നിയമനം. 2019 ആകെ 105 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്, 35 വീതം 3 സ്ട്രീമുകളിൽ. 2019 KSനായി അപേക്ഷിച്ചത് 5,47,543 പേരാണ്. ആദ്യ സ്ട്രീമിൽ മാത്രമാണ് നേരിട്ടുള്ള നിയമനമുള്ളത്. മറ്റ് 2 സ്ട്രീമിൽ സർക്കാർ സർവീസിൽ നിന്നാണ് നിയമനം. അങ്ങനെ പ്രയത്നിച്ചവർക്ക് പക്ഷേ എല്ലാവർക്കും ജോലി കിട്ടാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ അടുത്ത പരീക്ഷ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർ പലരും ഏജ് ഓവറായി. KSകാരാകാൻ ആഗ്രഹിച്ച ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് വിജ്ഞാപനം ഇറങ്ങാത്തത് കൊണ്ട് നഷ്ടം സംഭവിച്ചത്. ഇപ്പോൾ സർക്കാർ വിജ്ഞാപനം ഇറക്കി അപേക്ഷ ക്ഷണിച്ചാൽ ഏകദേശം 7 ലക്ഷത്തിലധികം അപേക്ഷകരുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ 2019 വിജ്ഞാപനത്തിന് ശേഷം സർക്കാർ KS ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 വർഷത്തിലൊരിക്കൽ KS വിജ്ഞാപനം ഇറങ്ങണം. അതാണ് KS ചട്ടം. 2022 ഇപ്പോൾ 2024 വിജ്ഞാപനം ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ വിജ്ഞാപനം ഇറക്കിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ PSCക്ക് പരീക്ഷ നടത്താനാകില്ല. ഡിസംബർ കഴിയുന്നതോടെ പലരുടെയും പ്രതീക്ഷകൾ അസ്തമിക്കും. ഒരു KSകാരനോ KSകാരിയോ ആകണമെന്ന ആഗ്രഹം സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കും.